വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്നുള്ളത് നോക്കി. ഇനി നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് നോക്കാം. സോ നെക്സ്റ്റ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസ് നമ്മൾ കണ്ടു. അപ്പം അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക, കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിവിടെ പറയുണ്ടാവില്ല. അതിൻ്റെ സെയിം വർക്കിങ്സ് ആണ് ഇവിടെയും വരുന്നത്. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ പറയുള്ളൂ. സോ പി ടൈപ്പ് സെമി കണ്ടക്ടർ തേർഡ് ഗ്രൂപ്പ് ആറ്റംസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സപ്പോസ് ബോറോൺ ഒരു തേർഡ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷണൽ സൈറ്റിൽ ബോറോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടും. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, സിലിക്കണിന് പകരം ബോറോൺ തേർഡ് ഗ്രൂപ്പ് എലമെന്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. തേർഡ് ഗ്രൂപ്പ് ആറ്റംസിനൊക്കെ 3 ഇലക്ട്രോൺസ് ആയിരിക്കും വാലൻസ് ബാൻഡിൽ ഉണ്ടായിരിക്കുക. ഇപ്പൊ 3 ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിലുണ്ട്. ബാക്കിയുള്ളത് എന്താണ്? അവിടെ ഒരു വേക്കൻറ്റ് ഓഫ് ഇലക്ട്രോൺ ആണ്. അതായത് ഇവിടെ ഒരു ഹോൾ അല്ലേ, ഒരു ഹോള്. നമുക്ക് എൻ ടൈപ്പിന് വരച്ച പോലെ തന്നെ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാം. ഇത് EV ആണ്, ഇത് EC ആണ്. തേർഡ് ഗ്രൂപ്പ് ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ അക്സെപ്റ്റർ ആറ്റംസ് എന്നാണ് പറയാ. അക്സെപ്റ്റർ അതായത് ഇവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പം ആ വേക്കൻസി റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഹോള്. അപ്പം അത് കാരണമാണ് ഈ ഇമ്പ്യൂരിറ്റീസിനെ അക്സെപ്റ്റർ ആറ്റംസ് എന്ന് പറയുന്നത്. സോ അക്സെപ്റ്റർ ആറ്റത്തിന്റെ എനർജി ലെവല്, സപ്പോസ് ദിസ് ഇസ് ദാറ്റ് എനർജി ലെവൽ EA. ഇപ്പൊ ഈ ഹോൾ ഇല്ലേ, അത് എവിടെയായിട്ടാ വരിക? ഈ EAയിലാണ് നമ്മുടെ ഹോൾസ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ കോവാലന്റ് ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ ഈ ഇലക്ട്രോണിന് വളരെ ലെസ് എനർജി മതി ഈ കോവാലന്റ് ബോണ്ട് ഈ ഹോളിലേക്ക് പോവാൻ. ഇത് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് വിൽ മൂവ് ഫ്രം വൺ കോവാലന്റ് ബോണ്ട് ടു അനദർ കോവാലന്റ് ബോണ്ട്. അതിന് വളരെ കുറച്ച് എനർജി മതി. ഇവിടെ ഇലക്ട്രോൺസ് ഫ്രീ ആവുന്നില്ല. ഒരു കോവാലന്റ് ബോണ്ടിൽ നിന്ന് അടുത്ത കോവാലന്റ് ബോണ്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പം ഇവിടുന്ന് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹോൾ വരുന്നു. അങ്ങനെ ഇലക്ട്രോൺസ് ഒരു കോവാലന്റ് ബോണ്ടിൽ നിന്ന് അടുത്ത കോവാലന്റ് ബോണ്ടിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ ബാൻഡ് ഡയഗ്രത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺ ഇതിന് കുറച്ച് എനർജി മതി ഈ ഹോളിനോട് കമ്പൈൻ ചെയ്യാൻ അല്ലേ. അപ്പൊ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് ഇവിടെ ഈ ഹോളില് ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹോള് ഫോം ചെയ്യും. ഈ EAയിലുള്ള ഹോൾസ് കറന്റ് ജനറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഇല്ല. വാലൻസ് ബാൻഡിലെ ഹോൾസും കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോണും മാത്രമേ കറന്റ് ജനറേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. സോ ഇവിടുത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് ഈ ഹോളിൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹോള് ക്രിയേറ്റ് ആവുന്നു. അപ്പൊ ഈ ഹോള് കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓർക്കേണ്ട കാര്യം, പി ടൈപ്പ് സെമി കണ്ടക്ടറും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. എന്താ റീസൺ? ഇവിടുന്ന് ഇപ്പം സപ്പോസ് ഈ ഇലക്ട്രോൺ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ കോവാലന്റ് ബോണ്ടിലേക്ക് ജമ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഹോളിൽ അത് ഓക്യുപ്പൈ ചെയ്യും. ഈ ഹോളിൽ ഓക്യുപ്പൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോറോണിന്റെ വാലൻസ് ബാൻഡിൽ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? സാധാരണ എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പൊ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ അവിടേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബോറോൺ ഒരു നെഗറ്റീവ് അയോൺ ആയിട്ട് ഫോം ചെയ്യും. സോ എത്ര ഹോൾ ഉണ്ടാവുന്നു അത്ര തന്നെ നെഗറ്റീവ് അയോൺസും ഉണ്ടായിരിക്കും. അത് കാരണം പി ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. എൻ ടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ട്രോൺസ് ഒരു കോവാലന്റ് ബോണ്ടിൽ നിന്ന് അടുത്ത കോവാലന്റ് ബോണ്ടിലേക്ക്
ഇലക്ട്രോൺസ് പോകുന്നത് അതിനെയാണ് ഇംപ്യൂരിറ്റി അയണൈസേഷൻ എന്ന് പറയുന്നത്. ഈ മെത്തേഡില് ഹോൾസ് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് ഇംപ്യൂരിറ്റി അയണൈസേഷൻ എന്ന് പറയുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതിൽ എല്ലാം മോർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡൗട്ട് വരുന്നവർക്ക് ആ വീഡിയോ കാണാം. പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹോൾസ് ആണ് അല്ലേ. സോ പി. മൈനോറിറ്റി കാരിയർ എന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ട്രോൺസ് ആണ്. സോ നമ്മുടെ അക്സെപ്റ്റർ അയോൺസ് കോൺസെൻട്രേഷൻ എത്രയാ? Na ആണെങ്കിൽ പിന്റെ വാല്യൂ എന്താണ്? P = Na. മൈനോറിറ്റി കാരിയർ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? Ni²/P ആണ്, വേർ P = Na. ഈ റിലേഷൻ ഓർക്കുക. നെക്സ്റ്റ് ഫെർമി ലെവൽ. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറുടെ ഫെർമി ലെവല് നമുക്കറിയാം. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് വെച്ചാൽ അവിടെ ഹോൾസ് ആണ്. ഹോൾസ് കാരണമാണ് കറണ്ട് ഉണ്ടാവുന്നത്. സോ വാലൻസ് ബാൻഡിനോട് അടുത്ത ആയിരിക്കും നമ്മുടെ ഫെർമി ലെവൽ ഉണ്ടായിരിക്കുക. ഇത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുടെ ഫെർമി ലെവലാണ്. ഇതാണ് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫെർമി ലെവല്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് ഇത്. എല്ലാം എൻ ടൈപ്പ് സെമി കണ്ടക്ടറുടെ സെയിം വേ തന്നെയാണ്. അത് വെച്ച് കമ്പയർ ചെയ്യാം. ഇനി ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് ഏതിൻ്റെ വാല്യൂ ആണ് വേരി ചെയ്യേണ്ടത്? അവിടെ നമ്മൾ NTന്റെ വാല്യൂ വേരി ചെയ്തു. ഇവിടെ നമ്മൾ ഏതാ വേരി ചെയ്യേണ്ടത്? NAയുടെ വാല്യൂ വേരി ചെയ്യാം. പിക്ക് നമ്മൾക്ക് NA റീപ്ലേസ് ചെയ്യാം, പിനെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ NAന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും എന്താ സംഭവിക്കുക? വാലൻസ് ബാൻഡിന് ക്ലോസർ ആയിട്ട് മൂവ് ചെയ്യും ഫെർമി ലെവല്. ഇനി NA ഫെർദർ ഇൻക്രീസ് ചെയ്ത് NAയും NBയും സെയിം ആകുമ്പോൾ EFും EVയും കോയിൻസൈഡ് ചെയ്യും. അഗെയിൻ നമ്മൾ NA ഇൻക്രീസ് ചെയ്യുക. അഗെയിൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെർമി ലെവല് വാലൻസ് ബാൻഡിന്റെ അകത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതിൻ്റെ ഒന്നും കൂടുതൽ എക്സ്പ്ലനേഷൻ പറയുന്നില്ല. എല്ലാം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ സെയിം വേ തന്നെയാണ്. സപ്പോസ് Ni കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മൾ വേരി ചെയ്യുന്ന എന്താണ്? ടെമ്പറേച്ചർ വേരി ചെയ്യുക. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഫെർമി ലെവല് EFiക്ക് ക്ലോസർ ആയിട്ട് മൂവ് ചെയ്യും. അതായത് വാലൻസ് ബാൻഡിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും ഫെർമി ലെവല് മൂവ് ചെയ്യുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് Na = Na ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു? EFiയും EFും കോയിൻസൈഡ് ചെയ്യും. എൻ ടൈപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ടക്ഷൻ ഉണ്ടാവുന്ന എന്ത് വഴിയാണ്? ഇംപ്യൂരിറ്റി അയണൈസേഷൻ വഴിയാണ് അല്ലേ. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും തോറും ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇവിടെയുള്ള ഇലക്ട്രോൺസ് അതിന് വേണ്ട റിക്വയർഡ് എനർജി അക്വയർ ചെയ്തിട്ട് നേരെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. പ്രൊവൈഡഡ് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ഹോൾസ് ഉണ്ടാവും. നമ്മുടെ ഇംപ്യൂരിറ്റി അയണൈസേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ബാൻഡ്സ് തമ്മിലായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുക? വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് നമ്മുടെ അക്സെപ്റ്റർ അയോൺസിന്റെ ബാൻഡ്, ദാറ്റ് ഈസ് EA, അങ്ങോട്ടായിരിക്കും ഈ ഇലക്ട്രോൺസ് പോവും. ഇവിടെ ഹോൾസ് ഉണ്ടാവും. സപ്പോസ് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ്, വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് അധികവും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവും അല്ലേ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട്, അതായത് ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ വഴി ഒരുപാട് ഹോൾസ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ ഒരുപാട് ഇലക്ട്രോൺസ് അക്യുമുലേറ്റ് ചെയ്യും. സോ ഈ ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ കാരണം ഉണ്ടാവുന്ന ഹോൾസ്, ഇലക്ട്രോൺ ഹോൾ പെയറിനെ നമ്മൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇംപ്യൂരിറ്റി അയണൈസേഷൻ കാരണം ഉണ്ടാവുന്ന ഹോൾസിനെയും കാട്ടിലും
ഒരുപാട് കൂടുതലായിരിക്കും ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ കാരണം ഉണ്ടാവുന്ന ഹോൾസിന്റെ എണ്ണം. ഈ ബാൻഡ് ടു ബാൻഡ് ജനറേഷൻ കാരണം ഉണ്ടാകുന്ന ഹോൾസും ഇമ്പ്യൂരിറ്റി അയണൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഹോൾസും കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോൾസിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. വെരി ഹൈ ടെമ്പറേച്ചർ, ഒരു ഹൈ ടെമ്പറേച്ചറിന്റെ കേസാണ് പറയുന്നത്. ആ സമയത്ത് ഇമ്പ്യൂരിറ്റി അയണൈസേഷൻ കാരണം ഉണ്ടാകുന്ന ഹോൾസിനെ നമ്മൾക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് പോയിന്റ് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും ഹോൾസിന്റെ കോൺസെൻട്രേഷനും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ ഇത് എന്തിന്റെ കേസാണ്? ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. At a very high temperature, p-type semiconductor will act as an intrinsic semiconductor. സെയിം പോലെ തന്നെ n-type semiconductorലും നമ്മൾ ഈ കേസ് പറഞ്ഞിരുന്നു. സെയിം പോലെ തന്നെയാണ് p-type semiconductorഉം.